മോളെ നീ ഒരുങ്ങിട്ടായിട്ടായി ബസ്സിന് സമയായി. ഞാൻ റെഡിയായി അമ്മേ. വാ. അയ്യോ മാമൻ ഏടമ്മങ്ങ പെണ്ണിനെയും കൂട്ടിട്ട് അത് ഇന്നലെ ആസ്പത്രിയിൽ നിന്ന് നേഴ്സും ആശാ വർക്കറും വന്നിനി. കമരപ്പിള്ളർക്ക് ക്യാൻസറിനെതിരെയുള്ള കുത്തിവെപ്പ് എടുക്കാൻ പോകാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോന്നു. നിങ്ങൊന്നും മിണ്ടാടുന്നേ. കുഞ്ഞിക്ക് കുത്തിവെപ്പ് എടുക്കാനൊന്നും പോണ്ട. നിങ്ങ ഈ വാട്സപ്പിലൊന്നും കാണുന്നില്ലേ ആള് കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു? ഈ കുത്തിവെപ്പ് എടുത്തിട്ടാണ് ഓരോരുത്തരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ കയറി പോയപ്പാടുന്ന് രഞ്ജി നീ എന്ന് പറയുന്നത് നിന്റെ പെങ്ങളല്ലേ ക്യാൻസർ വന്നിട്ട് വേദന സഹിക്കാൻ പറ്റാതെ മരിച്ചു. നീ എന്റെ മോളെ എങ്കിലും എനിക്ക് ഇരുന്ന് രക്ഷപ്പെടുത്തണം. എന്തിനാണ് അമ്മയും മോനും കൂടി ഒരു പ്രശ്നം? അമ്മക്ക് ഭ്രാന്ത്. ഈ കുഞ്ഞിനെ കുത്തിവെക്കാൻ കൊണ്ടുപോകണല്ലോ. കുത്തിവെച്ചാൽ ക്യാൻസർ തടയാൻ പറ്റുന്നതാണ് അമ്മ പറയുന്നത്. പറ്റും രഞ്ജി, എല്ലാ ക്യാൻസറും അല്ല, ഗർഭാശയ ഗള ക്യാൻസർ. ഈ ഗർഭാശയ ഗള ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഇതിനെതിരെയുള്ള പ്രതിരോധമാണ് HPV വാക്സിൻ. 14-15 വയസ്സുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോഴേ നമ്മളിത് എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് വരുന്ന 90% ഗർഭാശയ ഗള ക്യാൻസറും നമുക്ക് തടയാൻ പറ്റും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം ഒരു ഡോസിന് 2000 രൂപയാണ് വില. നമ്മുടെ ഗവൺമെന്റ് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഒറ്റ ഡോസിന് ഗർഭാശയ ഗള ക്യാൻസർ തടയാം. പിന്നെന്താ പോയി എടുത്താല്? മാമനെ ഇടുന്നതെല്ലാം പഠിച്ചേ. അത് മോളെ, നമ്മളെ വായനശാലയിൽ ക്യാൻസറിനെ കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വാട്സപ്പിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ വാക്ക് വിശ്വസിക്കണോ, അതോ കൊറോണ കാലത്ത് നമ്മളെല്ലാം ആരോഗ്യം സൂക്ഷിച്ച ആരോഗ്യ പ്രവർത്തകരുടെ വാക്ക് വിശ്വസിക്കണോ? ആദ്യം അത് ചിന്തിക്ക്. എന്നാ ഈ സംശയമൊന്നും ഉണ്ടാവില്ല. അമ്മ ധൈര്യമായിട്ട് പോയിട്ടു അമ്മേ. എന്നാ പിന്നെ അമ്മ പോയിട്ട് വാ. പോയിട്ട് ശരി.